എന്ത് ചെയ്യാം, പൊരിക്കാൻ പാകാക്കിയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല. അപ്പോൾ നമ്മളിന്നേ ഇവിടെ ഉണ്ടാക്കാൻ പോണതേ നമ്മുടെ നല്ല ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കുക്കർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ബീഫ് ഇടുക. ഓക്കെ, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി വേവാനായിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടാ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. തള്ളി മക്കളും നമ്മളെ ബീഫ് തിന്നാൻ റെഡി ആയിട്ട് ഇരിക്കട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ ഫിംഗർ കട്ട്, അതായത് വെട്ടിയിട്ട് പരിവാക്കേണ്ട ഒരു രൂപട്ടാ. ഇങ്ങനെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം. മസാലകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂൺ ധാരാളമായിരിക്കും. ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലെമൺ പീസ് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് വേറെ ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. കുറച്ച് ഫ്രഷ്ഡ് ചില്ലി നമ്മളെ പെരുംജീരകം പൊടിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഗൈസ്. അപ്പോൾ നമ്മളെ ആദ്യം ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പൊരിക്കാൻ പാകാക്കിയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല. ഇനി നമ്മൾ പൊരിച്ചെടുത്തിട്ട് കഴിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അത് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ഡ്രൈ ഫ്രൈ പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കട്ടാ. ഞങ്ങൾ നല്ല സൺഫ്ലവർ എണ്ണയിലാണ് എല്ലാതും കുക്ക് ചെയ്യലും. ഓക്കെ, അപ്പോൾ നമ്മൾ പൊരിക്കൽ തുടങ്ങട്ടാ. നമ്മളെ മാമൻ്റെ മോനും നമ്മളെ മെയിൻ ആള് പണ്ടായി. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടാ. അപ്പോൾ നമ്മൾ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളെ ഇറച്ചി മുരിഞ്ഞ് വരുമ്പോഴേ അതിലേക്ക് കുറച്ച് വേപ്പില തൂക്കി കൊടുക്കുക. ഒരു 4-5 പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഉഷാറാക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പച്ചമുളക് വേപ്പിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കോരി മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ അടുത്ത പാർട്ടും കൂടി പൊരിച്ചെടുക്കുകയാണ്. ശേഷിക്കുന്ന സാധനം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. എന്താടാ, എനിക്ക് ബീഫ് വേണ്ട? ബീഫ് വേണ്ട? ബീഫ് വേണ്ട എനിക്ക്? അപ്പം നമ്മൾ ലാസ്റ്റത്തെ ഒരിക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, വേപ്പിലിട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. വേപ്പില, പച്ചമുളക്, വേപ്പില. ഓക്കെ.